എറണാകുളത്ത് 14-കാരന് കഞ്ചാവും മദ്യവും നൽകിയെന്ന പരാതി വ്യാജമെന്ന് പോലീസ്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. തനിക്ക് ആരും നിർബന്ധിച്ച് കഞ്ചാവും മദ്യവും നൽകിയിട്ടില്ല എന്നായിരുന്നു കുട്ടിയുടെ മൊഴി. ലാൽകൃഷ്ണ കൊച്ചിൻ ജില്ലാൽ, ഈ പറയുന്ന വ്യാജ പരാതിയുടെ ആധാരം എന്തായിരുന്നു? എന്താണ് സംഭവിച്ചത്? ഏതാണ് സംഭവം? സുഹൈൽ, സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച്, അതായത് ഈ കുട്ടി നേരിട്ട് പരാതി നൽകിയതല്ല, കുട്ടിയുടെ അടുത്ത ബന്ധു നൽകിയ ഒരു പരാതിയാണ്. മുത്തശ്ശിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിരുന്ന ഒരു തർക്കമാണ് ഈ പരാതിക്ക് ആധാരം എന്നുള്ളതാണ് പറയുന്നത്. ചില മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത നൽകിയത്. അതായത് മുത്തശ്ശിയും കാമുകനും ചേർന്ന് 14-കാരന് കഞ്ചാവും മദ്യവും നൽകി എന്നുള്ളതായിരുന്നു ആ സമയത്ത് പ്രചരിച്ച വാർത്ത. ആ വാർത്തയുടെ പ്രചരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ ആ വാർത്തയുടെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയിട്ട് പോലീസാണ് ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയത്. കുട്ടിയുടെ മൊഴി ആദ്യം രേഖപ്പെടുത്തിയപ്പോൾ തന്നെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കുട്ടി തന്നെ മൊഴി നൽകിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. ആ സമയത്താണ് സാമ്പത്തികമായിട്ടുള്ള ചില തർക്കങ്ങൾ, ആ തർക്കത്തിൻ്റെ ബാക്കി പത്രമെന്നോളം ഈ അമ്മൂമ്മയെ കുടുക്കുക, മുത്തശ്ശിയെ കുടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് ഉറ്റ ബന്ധു തന്നെ നൽകിയ ഒരു പരാതിയാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തിയതിന് പശ്ചാത്തലത്തിൽ ഈ വീട്ടിൽ തന്നെ വാടകയ്ക്ക് താമസിക്കുന്ന മറ്റ് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാളെ പ്രതി ചേർത്തുകൊണ്ടായിരുന്നു FIR അടക്കം ആദ്യഘട്ടത്തിലിട്ടത്. അയാളെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് പോലീസ് വെറുതെ വിടുകയും ഈ FIR ക്വാഷ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പരാതി വ്യാജമായിരുന്നു, മുത്തശ്ശിയെ കുടുക്കാനുള്ള തന്ത്രമായിരുന്നു എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇതോടുകൂടിയാണ് കോടതിയെ സമീപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.